ഓഹോ, എന്നെ ഏട്ടൻ കമ്പനിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണോ? ഏയ്, ഇതിനെ അങ്ങനെ ഒരു സസ്പെൻഷൻ ആയിട്ടൊന്നും നീ കാണണ്ട. തൽക്കാലത്തേക്ക് കമ്പനിയിൽ നിന്ന് നീ ഒന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ. അതിന് മാത്രമായി എന്ത് കുറ്റമായിട്ടാ ഞാൻ ചെയ്തത്? ഏയ്, കുറ്റം ചെയ്തെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അതൊക്കെ തീരുമാനിക്കേണ്ടത് പോലീസാണ്. എനിക്കെതിരെ അവരീ പറയുന്നതൊക്കെ വെറും ആരോപണം മാത്രമാ. ഞാൻ ഏട്ടനോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചതല്ലേ. കമ്പനിയെ ബാധിക്കുന്ന എന്തെങ്കിലും മോശം പ്രവൃത്തി ഇന്ന് വരെ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? നിന്നോട് ഡിബേറ്റിനൊന്നും ഞാനില്ല. ഈ പോലീസ് കേസോ അന്വേഷണമോ ഒക്കെ കഴിയുന്നത് വരെ നീ ഒന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ലോക്കറിൽ പോയി മാല മോഷ്ടിച്ചതാരാണെന്ന് നമ്മൾ ക്യാമറ കണ്ടതല്ലേ. പിന്നെ എന്താണ് ഇയാളി കിടന്ന് പുലമ്പുന്നത്? എടാ പൊന്ന മോനെ, എന്നെ കള്ളനാക്കിയിട്ടേ നിനക്ക് രക്ഷപ്പെടാന്ന് കരുതിയോ നീ? കൈയെടുക്ക ആകാശേട്ടാ. മാല മോഷ്ടിച്ചിട്ടേ എന്റെ മെക്കിട്ട് കയറാൻ വരുമോ? മറ്റുള്ളവരുടെ വാക്കും കേട്ട് ഏട്ടനെന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കല്ലേ. നാളെ ഈ കേസിൽ ഞാൻ നിരപരാധിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോണ്ടല്ലോ, ഇപ്പൊ ഈ ചെയ്തതിനൊക്കെ ഏട്ടൻ ഒരുപാട് വിഷമിക്കേണ്ടി വരും. അല്ല, തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ നീ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നന്നായിട്ടാ, നന്നായി. എന്തായാലും ഈ തീരുമാനത്തിന് കൺഗ്രാജുലേഷൻസ്. ജീവിതത്തിലെ തിരിച്ചറിവുകൾ എന്നെ കൊണ്ട് നിർബന്ധപൂർവ്വം ചെയ്യിക്കുന്നതാണ് ഇതൊക്കെ. ഞാൻ ആഗ്രഹിച്ചതല്ല ഇതൊന്നും. എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു എന്റെ സ്വപ്നം. പക്ഷെ അത് ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ. ഞാൻ എന്റേതെന്ന് കരുതിയിരുന്ന വലിയൊരു ലോകം ഇപ്പൊ എന്റെ ചുറ്റും തകർന്നു വീഴുകയാണ് ആകാശേ. അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. എടാ, അതൊരിക്കലും നിന്റെ ലോകമായിരുന്നില്ല. അങ്ങനെ അവരൊക്കെ കൂടി നിന്നെ തെറ്റിദ്ധരിപ്പിച്ചതാ. ഇനി അങ്ങോട്ടുള്ള നിന്റെ ലോകം എന്ന് പറയുന്നത് മഹാലക്ഷ്മി അമ്മയും സുമിതയും ഒക്കെയാ. എടാ, സ്വന്തം അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടുന്ന സ്നേഹവും സമാധാനവും മറ്റൊരാളുടെ അടുത്ത് നമുക്ക് ഒരിക്കലും കിട്ടില്ല ഗിരി. സുമിതേച്ചിയും കൊണ്ട് നാളെ വരാന്നും പറഞ്ഞ് അന്ന് പോയ ആളാ. നേരാ. പിന്നെ ഇതാ ഇന്ന് ഇവനെ ഒന്ന് കാണാൻ കിട്ടുന്നത്. അതിനുശേഷം നടന്നൊക്കെ അമ്മ അറിഞ്ഞില്ലേ. പിന്നെ ഓഫീസിലെ തിരക്കുകളും കൂടി ആയപ്പോ അമ്മയ്ക്ക് മനസ്സിലായി മോനെ. അല്ല, നന്ദിതയെ പറ്റി എന്തെങ്കിലും? ഇതുവരെ ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അമ്മ, അവർക്ക് സംശയം നിതീഷിനെയാ. നിതീഷിനെയോ? അവനെന്താ ഇതിനകത്ത് കാര്യം? നന്ദിതയും നിതീഷും തമ്മിൽ ചില കമ്മ്യൂണിക്കേഷനൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലേ പോലീസിന്റെ സംശയം ശരി അവനെ തരുള്ളൂ. അമ്മയുടെ മോൻ തന്നെ അവൻ. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവൻ. അറിയാമേ, ആളുകളെ ഞാൻ ഒത്തിരി വൈകിട്ടാണെങ്കിലും മനസ്സിലാക്കി വരുക. കഴിഞ്ഞ 10-25 വർഷമായി ഞാൻ കഴിഞ്ഞത് നുണകൾ നട്ടുപിടിപ്പിച്ച് വളർത്തിയ വലിയൊരു കാടിനുള്ളിലായിരുന്നു അമ്മേ. അത് ഞാൻ ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട്. കാടും പടർപ്പും വെട്ടി നിരത്താനുള്ള ശ്രമം ഒരറ്റത്ത് നിന്ന് ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യം? ഒക്കെ നിന്റെ കയ്യിലിരിപ്പോണ്ട് തന്നെ സംഭവിച്ചതാ. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ടേ. ഇനി അമ്മയും കൂടി എന്നെ കുറ്റപ്പെടുത്താൻ വന്നാണ്ടല്ലോ. കുറ്റപ്പെടുത്തിയതല്ല, ഉള്ള കാര്യം പറഞ്ഞതാ. ഉള്ള ജോലിയും പോയി, പോലീസ് കേസുമായി. ഇതൊന്നും ഞങ്ങളാരും കാരണം സംഭവിച്ചല്ലോ. ഏതായാലും SS ഗ്രൂപ്പിനകത്തെ ഏട്ടന്റെ പിടിവിട്ടത് വലിയ കഷ്ടമായിപ്പോയി. ഗിരിയേട്ടന്റെ ഈ ഭാവമാറ്റത്തിനെ ഞാൻ മാത്രമല്ല കാരണം. ആ ശബരിമല യാത്ര കഴിഞ്ഞ പിന്നെ ഏട്ടന്റെ മനസ്സിൽ എന്തൊക്കെയോ കരട് കുടുങ്ങിയിട്ടുണ്ട്. ആ ഒരു കാര്യം വളരെ ശരിയാ. അതെനിക്കും തോന്നിയിരുന്നു. നമ്മളറിയാതെ വേറെ എന്തൊക്കെയോ എവിടെയൊക്കെയോ നടക്കുന്നുണ്ട്. അതാണ് ഗിരിയേട്ടന്റെ ഈ മാറ്റത്തിന് പിന്നിൽ. ഗിരിയേട്ടൻ പഴയ പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഏതോ സംശയത്തിന്റെ നിഴല് പോലെയാ നമ്മളെ അകറ്റി നിർത്തിയിരിക്കുന്നത്. എന്തോ മുൻകൂട്ടി കണ്ടിട്ട് നീങ്ങുന്ന പോലെ. മുൻകൂട്ടി കണ്ടിട്ട് നീങ്ങുന്ന ഗിരിയല്ല.
എല്ലാം മുൻകൂട്ടി കാണാൻ കഴിയുന്നതേ ത്രികാലജ്ഞാനിയായ സാക്ഷാൽ അയ്യപ്പസ്വാമിക്ക് മാത്രമാണ്. നിന്നെ ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? വന്നിരിക്കുന്നു വേദാന്തം പറയാൻ. ചെയ്ത കർമ്മങ്ങളുടെ ഫലം നമ്മളെ തേടിയെത്തും. അതിന് വിളിക്കുകയും ക്ഷണിക്കുകയും ഒന്നും വേണ്ട. ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചല്ലേ പറ്റൂ. ഇത്രയും നാള് കൂടെ നിന്നിട്ട് ഒഴുക്ക് മാറിയതറിഞ്ഞ് തിരിച്ചു തുഴയുന്ന തന്ത്രമാണ് അമ്പി ഞങ്ങൾ പ്രയോഗിക്കുന്നത്. അമ്മേ, അടിമുടി കള്ളനയാള്, ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവൻ, കൂടെ നിന്ന് കാലു വരുന്ന ചതിയൻ. ഉണ്ട ചോറിന് നന്ദി കാണിക്കണമെങ്കിലേ അത് നമ്മളെല്ലാവരും ഗിരിയോടല്ലേ കാണിക്കേണ്ടത്. ശബരിമലയ്ക്ക് പോയപ്പോ ഗിരിയേട്ടനെ വകവരുത്താനുള്ള നമ്മുടെ പ്ലാൻ പോലും അമ്പ്യങ്ങളും മനഃപൂർവ്വം ഇടങ്കോലിട്ട് നശിപ്പിച്ചാണോന്ന് എനിക്കിപ്പോ നല്ല സംശയമുണ്ട്. അതെ, അത് തന്നെ സംഭവിച്ചേ. ദേ, എന്റെ ക്ഷമ നശിക്കുന്നുണ്ടേ. അമ്മ അയാളോട് ഇറങ്ങിപ്പോകാൻ പറയുന്നുണ്ടോ? നിധി ഒന്ന് പതുക്കെ. അമ്പി, ജീവിതത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. കാരണം അതിൽ ഓരോന്നിനും എനിക്ക് എന്റേതായ ന്യായങ്ങളുണ്ടായിരുന്നു, ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു. ഒരേ ഒരു തെറ്റേ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ. അതെന്റെ അനിയനാണല്ലോ എന്ന് കരുതി നിന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാ. വിശ്വസിച്ചെന്റെ ജീവിതത്തിലെ എല്ലാ രഹസ്യങ്ങളും നീയുമായിട്ട് പങ്കുവച്ചതാ. കൊണ്ടുവരാൻ അറിയാമെങ്കിലേ ഇറക്കി വിടാനും എനിക്കറിയാം. ചേർത്ത് നിർത്താൻ അറിയാമെങ്കിൽ അതുപോലെ പറിച്ചെറിയാനും എനിക്കറിയാം. അത് മാത്രം നീ ഓർത്താ മതി. സാറെന്തിനാ വെറുതെ ബുദ്ധിമുട്ടിയത്? ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഓഫീസിൽ വന്ന് കണ്ടേനെ. പേഴ്സണലായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നിയതുകൊണ്ടാ ഓഫീസിൽ വെച്ച് കാണണ്ടെന്ന് എനിക്ക് തോന്നിയത്. എന്റെ അച്ഛന്റെ മരണം വരെ അദ്ദേഹത്തിന്റെ ലീഗൽ അഡ്വൈസറായി പ്രവർത്തിച്ച ആളാണ് മൂർത്തി സാർ. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ തുറന്നു ചോദിക്കാൻ സാറിനേക്കാൾ പറ്റിയ ഒരാളില്ലെന്ന് എനിക്കറിയാം. 30 വർഷക്കാലം സത്യനാരായണന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാ ഞാൻ. ഞാനും അദ്ദേഹം തമ്മിലുള്ള ബന്ധം ഒരു കമ്പനി ഉടമയും ലീഗൽ അഡ്വൈസറും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല. അദ്ദേഹം എന്നെ ഒരു സഹപ്രവർത്തനായിട്ടല്ല, സുഹൃത്തായിട്ടാ കണ്ടിരുന്നത്. അതുകൊണ്ട് സത്യനാരായണന്റെ മകന് എന്നോട് എന്തും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്റെ കുട്ടിക്കാലത്ത് അച്ഛന്റെ ഒപ്പം നിഴല് പോലെ നടക്കുന്ന മൂർത്തി സാറിന്റെ ചിത്രം ഇപ്പോഴും ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം മുന്നിൽ വന്നപ്പോ ഞാൻ സാറിനോട് തന്നെ സംസാരിക്കാൻ തീരുമാനിച്ചത്. എന്താ ഗിരി, എന്താ പ്രശ്നം? ഞാൻ എന്റെ അമ്മയെ കണ്ടെത്തി മൂർത്തി സാർ. മഹാലക്ഷ്മി അമ്മയോ? എങ്ങനെ? അവരെവിടെയായിരുന്നു ഇത്രയും കാലം? അജ്ഞാതവാസത്തിലായിരുന്നു തന്നെ പറയാം. ആരുടെയും കണ്ണിൽപ്പെടാതെ കോഴിക്കോട് ജീവിക്കുകയായിരുന്നു എന്റെ പാവം അമ്മ. അപ്രതീക്ഷിതമായ ഒരു ദിവസം എന്റെ ഭാര്യ സുമിതയാണ് അമ്മയെ കണ്ടെത്തിയത്. പിന്നെ ഞാൻ പോലും അറിയാതെ അവൾ അമ്മ താമസിക്കുന്ന സ്ഥലവും ഡീറ്റെയിൽസും ഒക്കെ കണ്ടെത്തി. പാവം മഹാലക്ഷ്മി അമ്മ. അനുരാധയെ അവരെ ഭയപ്പെടുത്തി ഓടിച്ചത്. എന്തായാലും എല്ലാ തെറ്റുകൾക്കും കാലം കാത്തുവച്ചിരുന്ന ഒരു പരിഹാരം ഉണ്ടായല്ലോ. ഗിരിക്ക് സ്വന്തം അമ്മയെ തിരിച്ചു കിട്ടിയല്ലോ. നന്നായി. ഒന്നും അങ്ങനെ പൂർണ്ണമായിട്ട് നന്നായിട്ടില്ല സാർ. അമ്മയെ സ്വാതന്ത്ര്യത്തോടെ എന്റെ ഒപ്പം ചേർത്ത് നിർത്താൻ എനിക്കിപ്പോഴും കഴിഞ്ഞിട്ടില്ല. ആരും അറിയാതെ അമ്മയെ ഞാൻ ഒരിടത്ത് ഒളിച്ചു താമസിപ്പിച്ചിരിക്കുകയാണ്. എന്തിന്? അതിന്റെ ആവശ്യം എന്താ? എന്റെ വീട്ടുകാർക്ക് എന്റെ അമ്മയോടുള്ള ശത്രുത ഇപ്പോഴും മാറിയിട്ടില്ല. അമ്മയെ ഞാൻ കണ്ടെത്തിയെന്ന് അറിഞ്ഞാൽ അവരെന്തും ചെയ്തു കളയും. ഈ നാട്ടിൽ എന്താ കോടതി നിയമങ്ങളൊന്നുമില്ലേ? ഗിരിയെ പോലെ ശക്തനായാളുടെ കൂടെ സർക്കാർ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മഹാലക്ഷ്മി അമ്മ ഭയക്കേണ്ടത്? എക്സാക്ട്ലി. ആ ധൈര്യം എന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ എനിക്ക് കഴിയണം. അതിനാണ് എനിക്ക് മൂർത്തി സാറിന്റെ സഹായം വേണ്ടത്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഗിരി ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. എന്റെ അച്ഛൻ്റെതായിരുന്ന സ്വത്തുവകകളിലും ഓഫീസിലും ഒക്കെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വരാൻ പോകുന്ന ലീഗൽ കോംപ്ലിക്കേഷൻസ് എനിക്കൊന്നറിയണം. ലീഗലി സ്പീക്കിംഗ്, സത്യനാരായണന്റെ ഭാര്യ എന്ന നിലയ്ക്ക് മഹാലക്ഷ്മി അമ്മയ്ക്കാണ് റൈറ്റ്സ് മുഴുവനും.
കാരണം സത്യനാരായണനും മഹാലക്ഷ്മി അമ്മയും തമ്മിലുള്ള വിവാഹബന്ധം അവർ ഒരിക്കലും വേർപെടുത്തിയിരുന്നില്ല. സത്യനാരായണന്റെ മരണം വരെ മഹാലക്ഷ്മി അമ്മ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഭാര്യ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും സത്യനാരായണന്റെ അനന്തരാവകാശി ഈ മഹാലക്ഷ്മി അമ്മ തന്നെയാണ്. അതായത് SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ യഥാർത്ഥ ഉടമ ഇപ്പോഴും മഹാലക്ഷ്മി തന്നെയാണ്. അപ്പോ വെറുതെ ആണോ അനുരാധ ആന്റി മഹാലക്ഷ്മി അമ്മയെ ഇങ്ങനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നേ? ഗിരിയുടെ അമ്മ തിരിച്ചു വരുന്ന നിമിഷം അവരൊന്നും അല്ലാതാകുമെന്ന് അവർക്കറിയാം. അനുരാധ സത്യനാരായണന്റെ ജീവിതത്തിൽ പിടിമുറുക്കിയപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തെ ഒരുപാട് ഉപദേശിച്ചതാ ആ ബന്ധം നാശത്തിലാണെന്ന്. പക്ഷേ അപ്പോഴേക്കും ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനാവാത്ത വിധം സത്യനാരായണൻ പെട്ടുപോയിരുന്നു. അയാളെ പെടുത്തിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. പിന്നെ അങ്ങോട്ട് ദുരന്തങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു സത്യന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. മഹാലക്ഷ്മി അമ്മയുടെ തിരോധാനം, സത്യനാരായണന്റെ രോഗം, കമ്പനിയിൽ അനുരാധയുടെ പിടിമുറുക്കൽ, ഇത്രയൊക്കെ ആയപ്പോഴേക്കും മനം മടുത്ത് ഞാനും ആ കമ്പനി വിട്ടുപോയി. പിന്നെ എപ്പോഴും ഞാൻ കേട്ടു സത്യനാരായണൻ അകാലത്തിൽ നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയെന്ന്. ആ മരണത്തെക്കുറിച്ച് പോലും അന്ന് ആൾക്കാർ ഒരുപാട് സംശയം പറഞ്ഞിരുന്നു. എന്ത് സംശയം സർ? അത് സത്യനാരായണന്റെ മരണം ഒരു സ്വാഭാവിക മരണമായിരുന്നില്ല എന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ആ കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വാട്ട് സാർ എന്തൊക്കെയായി പറയുന്നത്? കേട്ട കാര്യങ്ങൾ മാത്രമല്ല, കേട്ടപ്പോൾ അതിൽ സത്യമുണ്ടായേക്കാം എന്ന് തോന്നിയ കാര്യങ്ങളും കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. കമ്പനിയും സ്വത്തുക്കളും കൈപ്പിടിയിലാക്കാൻ അനുരാധ സത്യനാരായണനെ ഇല്ലാതാക്കിയതാണത്രേ. മഹാലക്ഷ്മി അമ്മയെ മാനസികമായി പീഡിപ്പിച്ചും ഒറ്റപ്പെടുത്തിയും എന്തോ തന്ത്രങ്ങൾ പ്രയോഗിച്ചുമൊക്കെയും ആ വീട്ടിൽ നിന്ന് ഓടിച്ചുവിട്ടത് അനുരാധയാണെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു സ്ത്രീ എന്തും ചെയ്യാൻ മടിക്കില്ലെന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു. അങ്ങനെയാണെങ്കിൽ അവരെ നമുക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം സർ. തെളിവുകളാണല്ലോ ആകാശേ പ്രധാനം. ഒന്നാമത് വർഷം ഇത്രയും കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ അതൊക്കെ ഈ കേട്ട ആരോപണങ്ങളൊക്കെ സത്യമാണെങ്കിൽ നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമല്ല സർ. എത്ര കാലം കഴിഞ്ഞാലും അത് നമുക്ക് എങ്ങനെയാ കണ്ണടച്ച് വിടാൻ പറ്റുന്നേ? അങ്ങനെയാണെങ്കിൽ വേണ്ട തെളിവുകളെല്ലാം സംഘടിപ്പിച്ച് പഴുതടച്ച് നീങ്ങണം. കഴിഞ്ഞുപോയി ഈ വർഷങ്ങൾക്കിടയിൽ കാര്യങ്ങളെല്ലാം തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ അനുരാധ എന്തെങ്കിലും തീർച്ചയായും ചെയ്തിരിക്കും. അത് നമ്മൾ മുൻകൂട്ടി കാണണം. ഇല്ലെങ്കിൽ വെറുതെ ശ്രമിച്ച് പരാജയപ്പെടാൻ മാത്രമേ നമുക്ക് പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഗിരി നേരത്തെ പറഞ്ഞത് തന്നെയാണ് ശരിയായ നീക്കം. മഹാലക്ഷ്മി അമ്മയെ കണ്ടെത്തിയ കാര്യം ഒരു കാരണവശാലും അനുരാധ അറിയരുത്. അല്ലെങ്കിൽ മഹാലക്ഷ്മി അമ്മയുടെ ജീവൻ തന്നെ അപകടത്തിലായി എന്ന് വരും. എന്തൊക്കെ പറഞ്ഞാലും അവനവന്റെ നിലനിൽപ്പാണല്ലോ എല്ലാവരുടെയും പ്രശ്നം. അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ സത്യാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട്. നീ അത് ചെയ്യുമെന്നും എനിക്കറിയാം. എങ്കിലും ഒരു കാര്യം കൂടി പറയാം. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ആലോചിച്ച് സാവധാനം ശരിയായ തീരുമാനങ്ങൾ എടുക്കുക. സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ അച്ഛന്റെ ആത്മാവ് നിന്റെ കൂടെ നിൽക്കും. നിന്റെ തീരുമാനം അച്ഛന്റെ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ. നന്ദു, ദാ സാനിയ മേഡം വന്നിരിക്കുന്നു. ഇരിക്കുന്നു. ഇതേ അവൾക്കുള്ള മെഡിസിൻസാ. നിന്റെ പ്രശ്നനെ അറിയാൻ നാട്ടിൽ ആരും ബാക്കിയില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി വന്നതിന്റെ ബാക്കിയായി ശ്രീ എന്നോട് കുറെ ചൂടായി. ശ്രീയോടെ ഈ കാര്യങ്ങളൊന്നും അച്ഛനമ്മയും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ആകെ സീനായി. എല്ലാരും അറിഞ്ഞ സ്ഥിതിക്ക് നീ എന്തിനെ ഒളിവിൽ കഴിയുന്നത്? ഇനിയെങ്കിലും നിനക്ക് തിരിച്ചു വീട്ടിലേക്ക് വന്നൂടെ? വരുന്നതിൽ കുഴപ്പമുണ്ടായിട്ടല്ല ഏടത്തി. ഞാൻ വന്നാൽ ആ നിമിഷം മുതൽ എല്ലാവരും കൂടെ എന്നെ ആ അബോഷന്റെ കാര്യം പറഞ്ഞ് പ്രശ്നാക്കും.
നിധിയേട്ടൻ ഒരിക്കലും എന്നെയും കുഞ്ഞിനെയും ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. അപ്പൊ പിന്നെ എന്റെ ഏക പോംവഴി അബോർഷൻ മാത്രമാണ്. അങ്ങനെ എന്റെ വീട്ടുകാര് ഈ കുഞ്ഞിനെ ജനിക്കാൻ അനുവദിക്കില്ല. എനിക്ക് ഈ കുഞ്ഞിനെ വേണം ഏട്ടത്തി. ഈ കുഞ്ഞും കൂടെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും അല്ലെങ്കിലും. സത്യം പറഞ്ഞ ഇതിന്റെ കാര്യം ആലോചിക്കുമ്പോ കഷ്ടം തോന്നുന്നു മാഡം. കൊച്ചിന്റെ അച്ഛനും അവളെ വേണ്ട, സ്വന്തം വീട്ടുകാരായിട്ട് സഹകരിക്കാൻ അവള് തയ്യാറാവുന്നുമില്ല. പ്രസവം കഴിഞ്ഞ അവൾ ഈ കൊച്ചിനെയും കൊണ്ട് എന്ത് ചെയ്യും മാഡം? ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. മാഡം അവളെ കാര്യമായിട്ടൊന്ന് ഉപദേശിക്കണം. ഗിരി എന്താ ഓർത്തിരിക്കുന്നത്? നന്ദുവിന്റെ നിതീഷിന്റെ കാര്യമാണോ? അല്ല, ഞാൻ അച്ഛനെ കുറിച്ച് ഓർക്കായിരുന്നു. എന്തു പറ്റി ഇപ്പൊ പെട്ടെന്ന് അച്ഛനെ കുറിച്ച് ഓർക്കാൻ? അച്ഛനായിരുന്നു എനിക്കെല്ലാം സുമി. അതെനിക്കറിയാം. അന്ന് ഗിരി അച്ഛന്റെ ആണ്ടുബലിക്ക് പോകുമ്പോ കാറിൽ എന്റെ അമ്മ ഓടിച്ച വണ്ടി തട്ടിയിട്ടുണ്ടായ പുകയിലൊക്കെ ഞാൻ ഇടയ്ക്കിടെ ഓർക്കാറുണ്ട്. അവിടെ നിന്നൊക്കെ നമ്മൾ എത്ര ദൂരം ഇങ്ങോട്ട് പോകുന്നു അല്ല ഗിരി? അതെ, അച്ഛൻ ചൊല്ലിത്തന്ന പാഠങ്ങളാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. അച്ഛന്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും ആജ്ഞകൾ പോലെ ശിരസാ വഹിച്ചവനാണ് ഞാൻ. അച്ഛൻ പറയുന്നതിനപ്പുറം ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഒരിക്കലും. അറിയാം. എന്താ ഗിരി, എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചിന്തിക്കുന്നത്? എന്റെ അച്ഛനെ എന്റെ ജീവിതത്തിൽ നടത്തിയെടുത്തതിന് പിന്നിൽ, അങ്ങനെ സംഭവിച്ചതിന് പിന്നിൽ വിധിയല്ല സുമി, മറ്റാരോ ആയിരുന്നു എന്നൊരു തോന്നൽ. അല്ല, വെറും തോന്നലല്ല, ബലമായ സംശയമുണ്ട് എനിക്ക്. അതാരാണെന്ന് എനിക്ക് കണ്ടെത്തണം സുമി. നീ കഴിക്കുന്നില്ലേ? വിശപ്പ് തോന്നുന്നില്ല ചന്ദ്രേട്ടാ. എന്റെ മോളിപ്പോ എവിടെയായിരിക്കും? അവള് എന്തവസ്ഥയിലാണോ? വല്ലത് കഴിച്ചു കാണോ? ഒന്നും അറിയാൻ വയ്യല്ലോ ഈശ്വര. ഭക്ഷണത്തിന് മുമ്പിലിരുന്ന് ഇങ്ങനെ കരയാതെ അമ്മേ. എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ നന്ദിത. മരിച്ചിട്ടില്ല, എന്റെ കുഞ്ഞു മരിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്തതിനുള്ള മറുപടി തരാൻ പോകുന്നത് നിങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ച ഈ കുഞ്ഞു തന്നെയായിരിക്കും. നീ എന്താ എഴുതുന്നേ? ഒരു കത്ത്. കത്തോ? മെസ്സേജും ഇന്റർനെറ്റും ഒക്കെയുള്ള ഈ കാലത്ത് ആരെങ്കിലും കത്തെഴുതുവോ? ഫോണിൽ വിളിക്കാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ടല്ലോ, അവർക്ക് നമ്മൾ കത്ത് തന്നെ എഴുതണ്ടേ? സോഫി, ഞാനൊരു കാര്യം പറയട്ടെ. ഈ കത്ത് ഞാൻ പറയുന്ന സ്ഥലത്ത് നീ എത്തിക്കണം. ഞാനോ? അതെ, നീ അല്ലാതെ വേറെ ആരാ എന്നെ ഇവിടെ സഹായിക്കാനുള്ളത്? പക്ഷേ ആർക്കാ ഇത്? ആർക്കുള്ള കത്താ? എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛന്, നിതീഷ് നമ്പ്യാർക്ക്. ഒരു ടെൻഷനും വേണ്ട നിനക്ക്.
ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യണം. ചെയ്തേ പറ്റൂ. പ്ലീസ്. നിങ്ങൾ SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഇറസ്പോൺസിബിലിറ്റി കാരണമാണ് എന്റെ ഈ പ്രോജക്റ്റ് ഇത്രയും ഡിലേ ആയത്. ഒരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കണ്ട.